ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ? അപ്പോൾ ഞാൻ ഓർത്തു ഒരു കൂളിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇന്നൊരു ക്യാരറ്റ് ഡേറ്റ്സ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ ചോദിച്ചു കുടിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 വലിയ വലിയ ക്യാരറ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ സൈസ് ഷേപ്പൊന്നും നോക്കാനില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിനെ കട്ട് ചെയ്യാം കേട്ടോ. ഒരു കുക്കറിലേക്ക് കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ ഇടുക. എന്നിട്ടൊരു ചെറിയ ഗ്ലാസ്സിനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ട. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വേറെ അടുപ്പിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡേറ്റ്സ് എടുക്കാം. ഒരു 10 to 15 വരെ ഡേറ്റ്സ് എടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം. ഞാൻ എടുത്ത ഡേറ്റ്സ് അത്രയ്ക്ക് സോഫ്റ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ അതിനെ എന്താ ചെയ്തത് വെച്ചാൽ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി. എന്നിട്ട് ഞാൻ കുറച്ച് ലേശം ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, സബ്ജ സീഡ്സ്. അതൊരു 2 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം 10 to 15 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ വീർത്ത് സോഫ്റ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് ഭയങ്കര ഹെൽത്ത് വൈസ് നമുക്ക് വളരെ നല്ലതാണ്. ധാരാളം ഫൈബറും അയേൺ, കാൽസ്യം, പിന്നെ ഒമേഗ 3 ഉണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ഈ ചൂടുകാലത്ത് നമ്മുടെ ബോഡി ഭയങ്കര കൂളാക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ അവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡേറ്റ്സ് എല്ലാം ഒന്ന് കുതിർന്ന് വന്നു. ഞാൻ ചൂടുവെള്ളത്തിലിടും, കാരണം അത് പാലിൽ ഞാൻ എൻ്റെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തു. നമ്മൾ വലിയ ജാറിലിടുമ്പോൾ അത് ശരിക്കും അറിഞ്ഞു കിട്ടില്ല. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കുക. അതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ഞാൻ പിന്നെ വലിയ ജാർ എടുത്തില്ല, അതേ സെയിം ജാറിൽ തന്നെ നമ്മൾ ഈ വേവിച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നല്ല തണുത്തിട്ടുണ്ടായിരുന്നു. അത് പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുക. അത് വേഗം അരിഞ്ഞ് കിട്ടും, കാരണം വെന്തത് കാരണം ഭയങ്കര സോഫ്റ്റാണ് ക്യാരറ്റ്. ഞാൻ ഇതിനായിട്ട് ഒരു 1/2 ലിറ്റർ പാല് ആദ്യമേ തിളപ്പിച്ച് ആറിപ്പിച്ച് വെച്ചിരുന്നു. ഈ ക്യാരറ്റും ഡേറ്റ്സും വെറും പാലിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. വെള്ളം ഒട്ടും മിക്സ് ചെയ്യരുത്. അഥവാ വേവിച്ച വെള്ളം എങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചേർക്കണമെന്നില്ല കേട്ടോ. അതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ഇതൊക്കെ കിട്ടും. പിന്നെ മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കട്ടെ. ഞാനൊരു 5-8 സ്പൂൺ മധുരം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അരയ്ക്കുമ്പോൾ തന്നെ. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ടിരിക്കും. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഇതിന് കുടിക്കുമ്പോൾ. നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതൊഴിക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇടാം, പിന്നെ കുറച്ച് സബ്ജ സീഡ്സ് ഇടാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു, വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇട്ടു. അപ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ നല്ല വാസന വരും, കാരണം നമ്മൾ വാനില എസൻസൊക്കെ ചേർത്ത്. കാരണം ഇത് ക്യാരറ്റാണെന്ന് ഒരിക്കലും അറിയില്ല. ഇപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. വേനൽക്കാലത്തല്ലേ ഇങ്ങനെ തണുത്ത സാധനങ്ങളൊക്കെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ ബീറ്റാ കരോട്ടിൻ ഉണ്ട്, ഫൈബർ ധാരാളം ഉണ്ട്, വിറ്റാമിൻ കെ. പിന്നെ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, സ്കിന്നിനൊക്കെ നല്ല തിളക്കം വരും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. ഈ ചൂടിന് പറ്റിയ കൂളിംഗ് ഡ്രിങ്കാണ്. ഹെൽത്ത് വൈസ് വളരെ നല്ലതുമാണ്.